പല കാലങ്ങളിലായി അനവധി കഥകൾ ഞാൻ കേട്ടിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രിയപ്പെട്ട കഥ എന്നെ ആട് മോഷ്ടിച്ചിരുന്ന ഒരാളെക്കുറിച്ചായിരുന്നു. അയാളെ നാട്ടുകാർ കൂടി പിടികൂടി ആ നാടിൻ്റെ രീതി അനുസരിച്ചിട്ട് നിങ്ങളെന്ത് അപരാധം ചെയ്താലും ഒരാളിൽ നിന്നും അത് മറച്ചു വെക്കാനാവാത്ത വിധത്തിൽ ആ അപരാധം കൃത്യമായിട്ട് നിങ്ങളുടെ നെറ്റിയിൽ പച്ചകുത്തും. അങ്ങനെ ആട് മോഷ്ടിച്ച ആളുടെ നെറ്റിയിൽ സ്റ്റീൽ എന്നർത്ഥത്തിൽ എസ്റ്റി എന്നൊരു വാക്ക് പച്ചകുത്തി. പക്ഷെ ഇതോടുകൂടി അയാളുടെ ജീവിതം വ്യത്യാസപ്പെടുക. തനിക്ക് സംഭവിച്ച ആ അപക്വതയിൽ മനംനുറങ്ങിയ ഈ മനുഷ്യൻ പിന്നീട് ജീവിക്കുന്നത് ഈ ആടുകൾക്ക് വേണ്ടിയാണ്. അയാൾ ആടുകളുടെ വലിയ സംരക്ഷകനായി. അങ്ങനെ വർഷങ്ങൾ മുമ്പോട്ട് പോകുന്നു. അരക്കണക്കും അയാളും വയസ്സാവണം. പക്ഷെ പ്രശ്നമുണ്ട്. ഈ ചുക്കുചുളിഞ്ഞ നെറ്റിത്തടത്തിൽ ആ പഴയ എസ്റ്റി കിടപ്പുണ്ട്. ചെറിയ കുഞ്ഞുങ്ങൾ അവരെ ചെറുപ്പം അമ്മമാരോട് ചോദിക്കും, അമ്മ എന്താണ് ആ വല്യപ്പച്ചൻ്റെ നെറ്റിയിൽ എസ്റ്റിയുടെ അർത്ഥം? കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിച്ച് വലിയ വായിൽ നിലവിളിച്ചുകൊണ്ട് അമ്മമാർ പറയും, മക്കളെ ആ എസ്റ്റിയുടെ അർത്ഥമോ സെയിൻ്റ് എന്നാ. ഇത്രയും എനിക്ക് സമാധാനം തന്നിട്ടുള്ള മറ്റൊരു കഥയില്ല. വി ക്യാൻ ചേഞ്ച് യുവർ സ്ക്രിപ്റ്റ്. ഓരോരുത്തർക്കും ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ തങ്ങളുടെ മീതെ പതിഞ്ഞ സ്ക്രിപ്റ്റിന് തിരുത്താൻ പറ്റുമെന്ന് പറഞ്ഞ് ലോകത്തെ പ്രചോദിപ്പിക്കുന്ന രീതിയാണ് സുവിശേഷം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്, എല്ലാ പുണ്യവാനും ഒരു ഇന്നലെ ഉണ്ട്, എല്ലാ ഇടറിപ്പോയൊരു മനുഷ്യർക്കും ഒരു നാളെയുണ്ട്. എവരി സെയിൻറ്റ് ഹാഡ് എ പാസ്റ്റ് ആൻഡ് എനി സിന്നർ ഹാസ് എ ഫ്യൂച്ചർ. ഒരു പ്രത്യേക ദിശയിൽ കുറേ കാലം സഞ്ചരിച്ചതുകൊണ്ട് ആ ദിശയിൽ തന്നെ കാര്യങ്ങൾ അവസാനിപ്പിക്കേണ്ട ബാധ്യതയില്ല. അങ്ങനെയായിരുന്നെങ്കിൽ നിരത്തിൽ എന്തിനാണ് ഇത്രയും യൂ ടേൺ? ഓരോ യൂ ടേണും നിങ്ങളോട് പറയുന്നത് പഴയ ആ ചിത്രത്തിലെന്നതുപോലെ കം ബാക്ക്. ആ വിളിയെ ഗൗരവമായിട്ടെടുക്കാനായിട്ടുള്ള ഒരു നേരം കൂടിയാണ് ഓരോ ദിവസവും. ക്യാരംസ് കളിക്കുന്ന കണക്ക് ലളിതമാണിത്. മറ്റു കളികളിൽ നിന്ന് വിഭിന്നമായിട്ട് അതിൻ്റെ പ്രത്യേകത, യു ക്യാൻ സ്ട്രൈക്ക് ഫ്രം വെയർ യു സ്റ്റാൻഡ്. വശങ്ങൾ മാറേണ്ട പോലുമില്ല. നിൽക്കുന്നിടത്തുനിന്ന് പതുക്കെ സ്ട്രൈക്ക് ചെയ്ത് തുടങ്ങുക. നാളെ കുറേ കൂടി നല്ലതാകും, അല്ല ഇന്ന് കുറേ കൂടി നല്ലതാകും.